രാവിലെ തന്നെ ഋതുട്ടിനെ എടുത്ത് പുറത്താക്കി കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്കിന്ന് റൂമൊന്ന് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ഇന്ന് ക്ലീനിങ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഋതുട്ടിനെ പുറത്ത് ഹോളിലാക്കി തൊട്ടിലൊക്കെ ഇങ്ങനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് അവളെ ഒന്ന് ഉറക്കി അവിടെ കിടത്തി കേട്ടോ. ഇനി കുറച്ച് നേരം പാല് കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വേണം നമ്മുടെ ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് അവളെ ഒന്ന് ഉറക്കി കിടത്തി നെറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈച്ചയുടെയൊക്കെ ശല്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്തൊക്കെ വന്നിരിക്കുമല്ലോ, അതുകൊണ്ട് നെറ്റൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഇതാ റൂമിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നമുക്ക് പുറത്തിറക്കാനുണ്ട് കേട്ടോ. ആകെ അലങ്കോലമായി കിടക്കാമെന്ന് വേണമെങ്കിൽ പറയാം. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അങ്ങ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാറില്ല. അമ്മ ഇങ്ങനെ പൊടിയടിച്ച് പോകാറേ ഉള്ളൂ. എത്രയൊക്കെ പൊടിയടിച്ചാലും ശരി തന്നെ, ഇത് എവിടുന്ന് കയറുന്ന അറിയത്തില്ല കേട്ടോ. ആകെ പൊടിയാണ്. എന്നാൽ അതിനകത്ത് നമ്മൾ ജനലൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിടും, എന്നാലും അങ്ങനെ അങ്ങ് തുറന്നിടാറില്ല. പിന്നെ കുഞ്ഞിനെ ഹോളിലൊക്കെ കൊണ്ട് കിടത്താറാണ് കേട്ടോ പതിവ്. ഇതാണെങ്കിൽ ഒരു ഹെയർ ഹോൾ മാത്രമേ ഉള്ളൂ, പക്ഷെ അതിനകത്തൂടെയാണോ ഇത്രയും പൊടിയും കൂടെ കയറുന്നതെന്ന് അറിയത്തില്ല. ഭയങ്കര പൊടിയുടെ ശല്യമാണ്. കുഞ്ഞിനാണെങ്കിൽ ഇനി ഈ പൊടിയൊക്കെ അടിച്ച് അവൾക്ക് എന്തെങ്കിലും ശ്വാസം മുട്ട പോലെ എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇന്ന് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് എല്ലായിടും ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് കരുതി കേട്ടോ. ഈ പറഞ്ഞ പോലെ കുഞ്ഞിന് മാത്രമല്ല എനിക്കും പ്രശ്നമുണ്ട്. എനിക്കാണെങ്കിൽ ഈ പൊടിക്ക് ഇങ്ങനെ അലർജി ഉണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ചൊറിച്ചിലൊക്കെ വരും ദേഹത്ത്, അതേപോലെ ഈ ശ്വാസം മുട്ട് പോലെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് കുറേ ദിവസമായിട്ട് ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് എന്തായാലും പൊടി അടിച്ചേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ കുഞ്ഞിനോട് പറഞ്ഞത്. കുറേ ദിവസമായിട്ട് ഞാൻ പറയുന്നു ഇത് ഫുള്ളൊന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യണം, ഇവിടേക്ക് ഒന്ന് തുടയ്ക്കണം എന്നൊക്കെ. നമ്മളിങ്ങനെ എത്രയൊക്കെ നമ്മൾ തുടച്ച് തൂത്തെന്ന് പറഞ്ഞാലും ഇങ്ങനെ മുകളിലൊക്കെ ഉള്ള പൊടികളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കല്ലേ. അത് നന്നായിട്ടൊന്ന് അടിച്ച് വൃത്തിയാക്കിയാൽ മാത്രമേ പോവുള്ളൂ. 3 മാസത്തേക്ക് നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പാടില്ല, റെസ്റ്റ് എടുക്കണമെന്നൊക്കെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ജോലികൾ അങ്ങനെയൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാറേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കിടപ്പൊക്കെ തന്നെയാണ്. ഈ റൂമിൽ മാത്രമേ നമുക്ക് കട്ടിലുള്ളൂ, അപ്പുറത്തെ റൂമിലൊന്നും കട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ റൂം അടിച്ച് വാരുന്ന സമയത്ത് നല്ല സമയം എടുക്കും. അതുകൊണ്ട് അപ്പുറത്തോട്ട് പിന്നെ പോയി കിടക്കണമെങ്കിൽ കിടക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് തന്നെ ഇതങ്ങനെ ഡീപ്പായിട്ട് നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാതെ പൊടിയടിക്കുകയും തൂക്കുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ അലമാരയുടെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ഒരു സാധനങ്ങൾ വെച്ചേക്കുന്നതിനകത്തൊക്കെ നന്നായിട്ട് പൊടി കയറിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് എല്ലാം എടുത്ത് വെളിയിലാക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ജനലൊക്കെ ഒന്ന് തുടയ്ക്കാമെന്നൊക്കെ കരുതിയത്. മറ്റേത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി ക്ലീൻ ചെയ്യാറുള്ളതായിരുന്നു. ഇപ്പം നമുക്ക് ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് വേറൊരാൾ വന്ന് ക്ലീൻ ചെയ്യാനും പറ്റത്തില്ല. അമ്മ എൻ്റെ അടുത്ത് പറയും നീ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുവാണെങ്കിൽ ഞാനിതൊന്ന് അടിച്ച് വാരാന്നൊക്കെ. പക്ഷേ ഒത്തിരിയും സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ പറയും വേണ്ടമ്മ പതുക്കെ നമുക്ക് പിന്നെ കാണാൻ ചെയ്യാമെന്ന്. ഇന്നിവിടെ അമ്മയില്ല കേട്ടോ. അമ്മ ഇന്ന് 5 രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിറകെയാണ് ഞങ്ങൾ പിന്നെ എന്താ ഒരു സൈഡിൽ നിന്ന് ജോലി തുടങ്ങിയത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ വലിയ പണികളൊന്നും എടുക്കാതെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം പൊടിയൊക്കെ അടിച്ചപ്പം തന്നെ നല്ലൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികം ഒന്നും അങ്ങനെ ചെയ്തില്ല കേട്ടോ. കുഞ്ഞൻ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പൊടിയടിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഞാൻ പുറത്ത് കുഞ്ഞിന് പറ്റാത്തത് മാത്രം ഞാനൊന്നും കൂടെ ഒന്ന് അടിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ കർട്ടൻ നിറയെ പൊടിയാണ് കേട്ടോ. ഇത് ചാരിയൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് മേല് ചൊറിയും. അങ്ങനെയാണ് ഞാൻ ഇത് എന്തായാലും പെട്ടെന്ന് തന്നെ ഇതൊന്ന് വൃത്തിയാക്കിയേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചത് തന്നെ. അങ്ങനെ ജനലെല്ലാം തുറന്നിട്ടു. എന്നിട്ട് അവിടെ എല്ലാം ഒന്ന് തൂത്തിട്ട് നന്നായിട്ട് വെള്ളം തൊട്ടൊന്ന് തുടച്ചൊക്കെ എടുക്കുന്നുണ്ട്. തുടച്ചൊക്കെ എടുത്തപ്പോഴത്തേക്ക് കുറച്ച് നന്നായിട്ട് വൃത്തിയായി. പിന്നെ ഗ്ലാസ്സൊക്കെ ഞാൻ പുറത്തുനിന്ന് എന്നെ കൊണ്ട് കൈ എത്തുന്ന രീതിയിൽ മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് ഈ കസേരയൊക്കെ ഇട്ടിട്ട് കയറി അതിൻ്റെ മുകളിലൊക്കെ നിന്ന് തുടയ്ക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ താഴ്ന്ന് കൈ എത്തുന്ന രീതിയിലെല്ലാം തുടച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ രാവിലെ പോയിട്ടുണ്ടായിരുന്നു, ഫുഡൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ 2 അല്ലേ ഉള്ളൂ. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഒരു ഊണോ ഒരു ബിരിയാണിയോ എന്തെങ്കിലും മതി കേട്ടോ. ഞങ്ങൾ അധികം ചോറ് അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കഴിച്ചു ഇനി അതിന് വേണ്ടിയിട്ട് വെക്കണ്ട, നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് വെളിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് വാങ്ങിച്ച് വെച്ചതിന് ശേഷം വീണ്ടും ഞങ്ങളുടെ കലാപരിപാടികൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നു. പുറത്ത് പോയി ഞാൻ പിന്നെ മാറാലേക്കൊന്ന് അടിച്ച് പൊടിയൊക്കെ അടിച്ചിട്ട് പിന്നെ ആ ജനലും അതേപോലെ തുടച്ചെടുക്കുന്നുണ്ട്. കുഞ്ഞൻ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ തുടയ്ക്കണ്ട ഞാൻ തുടച്ചോളാന്ന്. പിന്നെ വെളിയിൽ നിന്നിട്ട് ആ ഗ്ലാസ്സൊക്കെ പിന്നെ കുഞ്ഞിനിറങ്ങി വരണമല്ലോ വെളിയിൽ, അതുകൊണ്ട് ഗ്ലാസ്സൊക്കെ ഞാൻ പുറത്ത് നിന്നങ്ങ് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ കയ്യെത്തുന്ന ആ ഒരു ദൂരം വരെ തുടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും തുടച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഋതുട്ടനാണെങ്കിൽ ഇങ്ങനെ ഉണർന്ന് ഇങ്ങനെ ചിണുങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക്
ഇടയ്ക്ക് പോയി ഞാനിങ്ങനെ ആട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു തൊട്ടിൽ. പോയി അവളെ എടുക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം ഞങ്ങൾ രണ്ടിൻ്റെയും കയ്യിൽ നല്ല പൊടിയോ അഴുക്കോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിക്കാതെ മോളെ എടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് നമ്മൾ പൊടിയൊക്കെ അടിച്ചങ്ങ് മാറിപ്പോയി കുളിക്കാമെന്ന് കരുതി. ഈ കട്ടിലിൻ്റെ അടിയിലൊക്കെ നിറയെ ഇങ്ങനെ ചപ്പായിട്ട് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ചപ്പെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊടി അടിച്ചതും പിന്നെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാനുള്ള സ്ഥലക്കുറവുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഷെൽഫോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ കട്ടിലിൻ്റെ അടിയിലും പിന്നെ അലമാരിൻ്റെ മുകളിലും ഒക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിലൊക്കെ പൊടി കയറി ഇങ്ങനെ ഇരിക്കുമല്ലോ, അതെല്ലാം എടുത്ത് വെളിയിൽ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് മാറ്റാൻ പറ്റിയില്ല. അത്രയും ഭാഗം പൊടിയെല്ലാം അടിച്ചു. മൊത്തത്തിൽ മുകളിലിരുന്നെല്ലാം അടിച്ചതിന് ശേഷം വൃത്തിയാക്കി തൂത്തുവാരി കളഞ്ഞു. ഇനിയും കുറേ സാധനങ്ങൾ ഇനി അതിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് മോള് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ, അല്ലാതെ അവളെ പോയി എടുക്കാൻ പറ്റത്തില്ലല്ലോ. കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഫീഡ് ചെയ്തു. പിന്നെ ഗ്യാസ് തട്ടിക്കളയുന്ന ഒരു ചുമതല കുഞ്ഞൻ്റെയാണ് കേട്ടോ. കുഞ്ഞൻ്റെ കയ്യിലാണ് ഞാൻ മിക്കപ്പോഴും കൊടുക്കാറുള്ളത്. കാരണം എനിക്ക് ഗ്യാസ് തട്ടിക്കളയുന്നത് ഭയങ്കര ഒരു മെനക്കെട്ട ജോലിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ കുഞ്ഞൻ പിന്നെ ഗ്യാസൊക്കെ തട്ടി കളഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചു. ബിരിയാണി ആട്ടോ മേടിച്ചത്, ഒരെണ്ണേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചതിന് ശേഷം പുറത്ത് നമ്മൾ ഹോളിൽ തന്നെ ഇരുന്നു. ഇന്ന് അകത്തോട്ടൊന്നും കയറുന്നില്ല എന്ന് വിചാരിച്ച് ഹോളിൽ തന്നെ ആട്ടോ കിടന്നു. ആള് ചുണ്ടക്കാരേക്കുക എനിക്കങ്ങനെ ആക്കണമെന്ന്. മോളൂട്ടിയാണെങ്കിൽ നമ്മളിങ്ങനെ സംസാരിക്കുകയോ നമ്മളൊരു സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അവളും അതേപോലെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുണ്ടക്കാനിക്ക് അങ്ങനെയൊക്കെ കാണിക്കും കേട്ടോ. ഇപ്പോൾ ഭയങ്കര ചിരിയും സംസാരമൊക്കെയാണ്. ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ മോളെ കളിപ്പിച്ച് നമ്മൾ ഹൗളിൽ തന്നെ ആട്ടെ ഇന്ന് കിടക്കുന്നതും. കാരണം റൂം ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇനിയും അടിയിൽ കട്ടിലിൻ്റെ അടിയിലേക്ക് ക്ലീൻ ചെയ്യാനുള്ളത് കൊണ്ട് ഇനിയും പൊടി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് വിചാരിച്ചു ഹോളിൽ തന്നെ നമുക്ക് കിടക്കാമെന്ന്. പിന്നെ നമ്മൾ മറ്റേ ദിവാൻ കോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇരിക്കുകയും കിടക്കുകയൊക്കെ ഞങ്ങൾ അതിനകത്ത് തന്നെയായിരുന്നു. പിന്നെ മോൾക്ക് തൊട്ടിലുള്ളത് കൊണ്ട് അവളെ അതിനകത്ത് കിടത്തി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചായയൊക്കെ ഇട്ടിട്ട് ഇത് കുടിക്കാമെന്ന് കരുതി. അമ്മ ഇന്ന് വരത്തില്ല കേട്ടോ, 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഒരു ആവശ്യത്തിന് വേണ്ടി പോയേക്കാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ചായയൊക്കെ ഇട്ടിട്ട് അന്നേരത്തേക്ക് അവിടെ കുറച്ചൊന്ന് തട്ടി തൂകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വെള്ളം ഒഴിച്ച് കൈയോടെ അത് കഴുകിയില്ലെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. എനിക്കിങ്ങനെ ഇതായിട്ട് കറയായിട്ടൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര ഒരു കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് അത് കൈയോടെ കഴുകിയിട്ട് ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കിയൊക്കെ ഇടുന്നുണ്ട്. ഇനി രാത്രിയിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പതുക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ചായയൊക്കെ ഇട്ടു. പിന്നെ കഴിക്കാൻ ഇന്നലെ വാങ്ങിച്ച കേക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെന്താ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ തിരികെ അതിൽ നിന്നും എടുത്ത് കഴിച്ചു. മോളാണെങ്കിൽ ഇവിടെ കളിക്കാൻ വേണ്ടി കിടക്കുകയാണ് കേട്ടോ, കളിച്ചുകൊണ്ടൊക്കെ കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവളെയും കളിപ്പിച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നിങ്ങൾക്കുള്ളൊരു സമ്മാനം ഞാനൊരു വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് അത് കണ്ടിട്ട് അതിനകത്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനകത്ത് ആരെങ്കിലും ഒരാൾക്കായിരിക്കും ആ ഒരു സമ്മാനം കിട്ടുന്നത്. ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷം തന്നെയാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോകളായിട്ടൊക്കെ വരാനും പറ്റത്തുള്ളൂ, കൂടുതലായിട്ട് ഇടാനും തോന്നത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, സീ യു.